ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചൊവ്വാഴ്ച വൈകുന്നേര സമയം ദൈവത്തിന്റെ വചനത്തിന് മുൻപായി ഇരുപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഏവരെയും ഈ സൂം മീറ്റിങ്ങിൽ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും സഹകരണമാണ് ഈ മിനിസ്ട്രി ഇത്രത്തോളം അനുഗ്രഹമായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് ദോഹയിലായിരിക്കുന്ന സഹോദരൻ സാം ജോയ് അവറുകളാണ്. ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തിയാൽ അവിടെയുള്ള ദൈവജനത്തിനും അവിടെയുള്ള സഭയ്ക്കും വളരെയധികം ദൈവത്താൽ എടുത്തു ഉപയോഗിക്കപ്പെടുന്ന ഒരു സഹോദരനാണ്. വളരെ സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ മധ്യയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സഹോദരനെ ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാട്ടുകൾ പാടി നമ്മളെ സഹായിക്കാൻ വേണ്ടി എപ്പോഴും സന്തോഷത്തോടെ കടന്നു വരുന്ന ഒരു പ്രിയ സഹോദരനാണ് ജിജു കുര്യൻ UK. ആ പ്രിയ സഹോദരനും നമ്മുടെ മധ്യയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സഹോദരനെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഏത് മീറ്റിങ്ങും പ്രാർത്ഥനയോടെയാണല്ലോ ആരംഭിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. അതിനുവേണ്ടി ദോഹയിലുള്ള സഹോദരൻ റിജോ ജോണിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. Godly Father, we thank Thee for this wonderful privilege which Thou hast given to us to come to Thy presence yet again in such a fashion, and to gather as saints from different parts of the world, and to open up our hearts and to hear from Thy word. We thank Thee for this wonderful ministry which Thou hast been doing for the past many years through Random Brethren Fellowship. We thank Thee for the burdened hearts which is behind this, O Lord. We pray that You might continue to pour out Your grace and wisdom to these hearts, that they might be able to continue to do this ministry in the days to come, O Lord. Especially today, we commit the meeting into Thine hands. We pray for the songs which is going to be sung by our dear brother Jijo Kurian, brother from UK. We pray it might help him and strengthen him with Your grace, Lord, that the songs that are sung, Lord, might come forth out with all. It might be a source of edification, a source of encouragement, and it might soothen our souls, Lord, to praise You and to worship You more, and also for edification. God, we also pray for our dear brother Sam Joy, brother. We thank Thee for the special grace given to him also, Lord. We pray as he also talks from Thy word, Lord, let Your Spirit continue to guide him and strengthen him, and the words which comes out might not be words of men, but it might come out as from You, O Lord, and we might be able to listen to Thy word. Let divine wisdom and strength be given to our dear brother, that he might be able to do this ministry, O Lord. We especially pray for all the connection issues, that everything might go on well, and all those who are joining might join us, and they might not have any technical issues as we enjoy this fellowship, Lord. We commit the rest of the time into Thine hands. Take control of it. We ask this prayer in the blessed name of our Lord and Savior, Jesus Christ. Amen. Thank you, brother Rijo. നമുക്ക് ഇനിയും രണ്ട് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ് കേൾക്കുവാനിരിക്കുന്നത്. അതിനായി പ്രിയ സഹോദരൻ ജിജു കുര്യൻ അവരുടെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിങ്ങിലെ സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിപ്പണ്ടൊക്കെ എന്നെയും ദൈവം ഇടയാക്കിയ കൃപയ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായിട്ട് രണ്ട് ഗാനങ്ങൾ നമുക്ക് ശ്രമിക്കാം. ആദ്യത്തെ ഗാനം ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചു, സ്വന്തം പുത്രനെ ബലിയായി കൊടുത്ത ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വർണ്ണിക്കുന്ന ഗാനം. എല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ്. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള അകലം ഉയരമാഴം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ശ്രമിക്കാം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമപ്രമേയമേ അതിനുള്ളകലമുയരമാഴമപ്രമേയമേ
ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ, അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ. പാപക്കുഴിയിലാണ്ടുപോയ നരനു മോചനം പ്രാപിപ്പതിനിതിൻ്റെ ആഴമാണു കാരണം. പാപക്കുഴിയിലാണ്ടുപോയ നരനു മോചനം പ്രാപിപ്പതിനിതിൻ്റെ ആഴമാണു കാരണം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ, അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ. അനുസരിച്ചിടാതെ ആജ്ഞയവഗണിച്ചതാ മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. അനുസരിച്ചിടാതെ ആജ്ഞയവഗണിച്ചതാ മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ, അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ. കുരിശിലേകജാതനെ തകർത്തു വൈരികൾ കനിശവും വിമോചനം വരുത്തിവെക്കയോ. കുരിശിലേകജാതനെ തകർത്തു വൈരികൾ കനിശവും വിമോചനം വരുത്തിവെക്കയോ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ, അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ. അഴുകിനാറും ശവസമാനരായ പാപികൾ കഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. അഴുകിനാറും ശവസമാനരായ പാപികൾ കഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ, അതിനുള്ളകലമുയരമാഴമ പ്രമേയമേ. ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്കറിയാം. കാൽവരി ക്രൂശിലാണ് നമ്മൾ കണ്ടത്. സ്വന്തം ജീവൻ പകരമായി പാപികളായി നമ്മൾക്ക് വേണ്ടി നൽകിയ സ്നേഹത്തെ വർണ്ണിക്കുന്ന മറ്റൊരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും പരിചയമുള്ള ഗാനമാണ് സർവ്വപാപക്കറകൾ തീർത്ത് നരനെ രക്ഷിപ്പാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനത്തിൻ്റെ ചില വരികൾ കൂടെ നമുക്ക് ശ്രമിക്കാം. സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിപ്പാൻ
രക്ഷിച്ചിടുവാൻ ഉറുവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. ഉറുവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോ കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ. കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ. മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തിരുതലയ്ക്കുള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ. ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ. നീണ്ടയിരും പാണി കൊണ്ടു ദുഷ്ടരാ കൈകാൽകളെ തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ്റെ രക്തമേ. തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ്റെ രക്തമേ. സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ ഉറുവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. ഉറുവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പാട്ടുകളാണ് നാം കേട്ട് സന്തോഷിച്ചത്. നമ്മുടെ സർവപാപ കറകൾ തീർക്കുവാൻ വലിയവനായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മെ രക്ഷിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രിയ സഹോദരനിൽ നിന്ന് നാം കേട്ടു. മാത്രമല്ല, ദൈവസ്നേഹമേ അതിന്റെ ഉയരം ആഴം നമുക്ക് അളക്കുവാൻ സാധിക്കത്തില്ല. അത്രത്തോളം സ്നേഹം ചൊരിഞ്ഞ് നമ്മളെ ദൈവനായ ദൈവം സ്നേഹിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പാട്ടുകൾ പ്രിയ സഹോദരൻ ഇന്ന് പാടുവാൻ തക്കവണ്ണം ദൈവം എടുത്ത് ഉപയോഗിച്ചു. ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയെ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ്. തുടർന്നും ഈ മിനിസ്ട്രിയിൽ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. തുടർന്നും ദൈവത്തിന് വേണ്ടി ധാരാളം ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം പ്രിയ സഹോദരനെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം നാം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് ആവശ്യമാണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ദോഹയിൽ ജോലിയോട് ബന്ധത്തിൽ പ്രിയപ്പെട്ട സഹോദരൻ അവിടെ ചെയ്യുന്ന പേരുകളെ ഞാൻ ഓർക്കുകയാണ്. അനേക വർഷങ്ങളെ ഒന്നിച്ച് അവിടെ പ്രവർത്തിക്കുവാൻ തക്കണം ദൈവം എനിക്കും ഇടവരുത്തിയിട്ടുണ്ട്. പ്രിയ സഹോദരൻ സാംജയ് സഹോദരനെ ദൈവത്തിന്റെ വചനത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു വിജയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പ് മെഡിക്കൽ കോളേജ് ആ ഭാഗം കേന്ദ്രീകരിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ ദൈവം ഒരവസരം കൂടി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോജൻ ഓർപ്പിച്ചതുപോലെ ദീർഘമായ വർഷങ്ങൾ
നല്ല ആത്മീയ കൂട്ടായ്മയും ബന്ധവും അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സമയം വളരെ നന്ദിയോട് ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അപ്രകാരമുള്ള പ്രോത്സാഹനങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആത്മീയമായ ശുശ്രൂഷയിൽ തുടരുവാനും ഒക്കെ അത് മുഖാന്തരമായി തീർന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഈ നിലയിൽ കൂടുവാൻ ദൈവം ഒരു അവസരം നൽകിയല്ലോ. മെഡിക്കൽ കോളേജ് ആ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സഭ കൂടി ഒരു നടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ പ്രിയപ്പെട്ടവർ ആ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അത് സാധ്യമാക്കി തീർക്കട്ടെ. അതോർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രിയ ജിജു സഹോദരനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ഗാനങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ചും നമുക്ക് വേണ്ടി രക്തം ചിന്തി വീണ്ടെടുത്ത നമ്മുടെ പ്രാണപ്രിയനെയും ഇന്നലെ ഓർക്കുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള നിമിഷങ്ങൾ നാം ദൈവവചനത്തിന് മുമ്പാകെ നമ്മളായിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വചനം സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ഒരുപോലെ ഇടപെടുവാൻ തക്കവണ്ണം വളരെ ആഗ്രഹത്തോടെ വിനയത്തോടെ ഞാനും എന്നെ തന്നെ ദൈവസന്നിധി താഴ്ത്തുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ചില വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് തുടർന്നുള്ള ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗം വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ഓർപ്പിച്ചത് നമുക്ക് വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ഇന്നായിരിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ തക്കോണമുള്ളത് ഈ വചനത്തിൽ കൂടി ദൈവം നമുക്ക് നൽകി തരട്ടെ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. 33-ാം അധ്യായത്തിൽ നിന്നും ചില ചിന്തകളാണ് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. ലെറ്റ്സ് ടേൺ ടു എക്സോഡസ് ചാപ്റ്റർ 33. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിപ്പാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് അതിലൂടെ കടന്നു പോകാം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. മോശെ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശെ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. തൽക്കാലം നമുക്ക് അത്രയും വായിച്ച് നിർത്താം. ഇത് എനിക്കറിയാം ഏവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. സാധാരണ നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണിത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നിരന്തരമായിട്ടുള്ള പാപം ദൈവത്തിൽ നിന്നും അകലുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നതാണ് ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തൊട്ടു മുമ്പുള്ള അധ്യായത്തിലൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ദൈവം തന്നെ വളരെയധികം വേദനിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്തതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം ഒന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. നമുക്കറിയാം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത് തന്നെ പാപമാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 59-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ പാപം എന്നുള്ളത് ദൈവമായിട്ടുള്ള ബന്ധത്തെ അകറ്റുന്നതാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ സഹോദരൻ ജിജു പാടുകയുണ്ടായി, സർവപാപക്കറകൾ കഴുകിക്കളയുന്നത് യേശുവിൻ്റെ രക്തം മാത്രമാണ്. യേശുവിൻ്റെ രക്തത്തിനാണ് പാപങ്ങളെ പൂർണ്ണമായിട്ടും പരിഹരിക്കുവാൻ തക്കോണം, കഴുകിക്കളയുവാൻ തക്കോണം സാധ്യമായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ പാപം ദൈവത്തിൽ നിന്നും അവനെ അകറ്റുകയാണ്. ഇനിയും രക്ഷിക്കപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോഴും ഒരുപക്ഷെ ജീവിതത്തിൽ വന്നുകൂടുന്ന ദൈവത്തിന് ഹിതമല്ലാത്ത, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും
ദൈവിക സന്തോഷത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായിട്ട് കാണുകയാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയായിട്ടാണല്ലോ നമ്മൾ അവരെ കാണുന്നത്. ദൈവം എൻ്റെ ജനം എന്ന് പറഞ്ഞ ഒരു ജനതയായിരുന്നു. പക്ഷേ പാപം അവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും അത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അവരായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ജനത്തിൻ്റെ മോശയുടെ ഇടപെടലും ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തത് പ്രകാരം ആദ്യത്തെ ഭാഗം ഞാൻ പറയുന്നത് 4, 5, 6 വാക്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കിയ ഈ ജനത അവര് തങ്ങളെ തന്നെ താഴ്ത്തി അനുതപിച്ച് വിലപിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ അവര് സ്വയമായിട്ട് ദൈവസന്നിധിയിൽ അവരെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ തൊക്കെ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മളവിടെ വായിക്കുമ്പോൾ 5:4 മുതലൊക്കെ നമ്മൾ താഴോട്ട് കാണുമ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 6-ാം വാക്യം, 5-ാം വാക്യത്തിൽ കാണുകയാണ്. 4-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ദോഷകരമായി ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിന് അവര് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അനുതപിച്ച് അവർ ദൈവത്തോട് അടുക്കുകയാണ്. പിന്നെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്, പിന്നെ അവർ ആഭരണം ധരിച്ചില്ല എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി അവരുടെ ഹൃദയം ദൈവത്തോട് പകരുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് അവരെത്തുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് നമ്മൾ കാണുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവരുടെ മാനസാന്തരത്തിന്റെ മറ്റൊരു ചുവടുവെപ്പാണ് തുടർന്ന് നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മോശയോടുള്ള ബന്ധത്തിലാണ് ചില ചിന്തകൾ ഞാൻ ആ ഭാഗത്തു നിന്ന് അടർത്തിയെടുത്ത് ചിന്തിപ്പാൻ തൊക്കെ ആഗ്രഹിക്കുന്നത്. മോശയെക്കുറിച്ച് ആണ് അത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് ഏത് നിലയിൽ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കി നമ്മളെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ തൊക്കെ സ്വർഗത്തിൽ ദൈവം ഇടയാക്കി തീർക്കട്ടെ. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് 7 മുതലുള്ള ഭാഗത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ പശ്ചാത്തലം നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ മോശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചുവടുവെപ്പുകളാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ വായിച്ച ഭാഗം അതാണ്. അവിടെ പ്രത്യേകിച്ച് നമ്മൾ 11-ാം വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്രകാരമാണ് അവിടെ വായിച്ചത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുകയാണ്. അപ്പോൾ മോശയും ദൈവവുമായിട്ടുള്ള ഒരു ഹൃദ്യമായ ഒരു ബന്ധം, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ്, ആ ക്ലോസ്നെസ് നമ്മളവിടെ കാണുകയാണ്. ഒരു അസാധാരണമായിരിക്കുന്ന ഒരു അടുപ്പം മോശയ്ക്ക് ദൈവമായിട്ട് ഉള്ളതായിട്ട് കാണുകയാണ്. അതാണ് 11-ാം വാക്യത്തിന്റെ ഒരു സമ്മറി ആയിട്ട് കാണുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, യഹോവയായ ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടി ജനത്തോട് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും പ്രവാചകന്മാർക്ക് ദർശനം മുഖേനയൊക്കെ ദൈവം തന്നെ അരുളപ്പാടുകൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം എന്നുള്ളത്, മോശയോട് ദൈവം ഇടപെടുന്നത് ഒരു ദർശനത്തിൽ കൂടിയോ ഒരു സ്വപ്നത്തിൽ കൂടിയോ അല്ല എന്നുള്ളത് അവിടെ വ്യക്തമാണ്. നേരിട്ട് ദൈവം സംസാരിക്കുകയാണ്, ഫേസ് ടു ഫേസ്. ഇംഗ്ലീഷ് നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആ ഇന്റിമസി കാണിക്കുവാൻ തക്കോണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളായിട്ട് ഇതിനെ കാണുകയാണ്, ഫേസ് ടു ഫേസ്. അപ്പോൾ അത്രമാത്രം ഒരു അടുപ്പം മോശയ്ക്കും ദൈവത്തിനും തമ്മിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അത് സാധ്യമായി തീർന്നത്? മോശയ്ക്കത് സാധിച്ചു, പക്ഷെ എനിക്കത് സാധിക്കുമോ? നമുക്ക് ഓരോരുത്തർക്കും അത് സാധിക്കുമോ? പലപ്പോഴും നാം സംശയിച്ചു പോകുന്ന ചില മേഖലകളാണ് അതൊക്കെയും. ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം ലഭിപ്പാൻ തക്കോണം മോശയുടെ ഭാഗത്തു നിന്നും ചില ശ്രമങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മോശയുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഞാൻ മോശയുടെ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ടാണ്. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളെ നയിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ് മോശ. എത്രയെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളാണ് മോശയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം നിർവടിയായിട്ട് നിറവേറ്റണം, ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊന്നും മുടക്കം വരാൻ തക്കോണം പാടില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോൾ തന്നെ തൻ്റെ പ്രയോറിറ്റി നമുക്കിവിടെ കാണാൻ തക്കോണം സാധിക്കുകയാണ്. മോശയുടെ മുൻഗണന എന്തായിരുന്നു? തീർച്ചയായിട്ടും ദൈവം മോശയിൽ വലിയൊരു മിഷൻ കൊടുത്തിരിക്കുകയാണ്, വലിയൊരു ദൗത്യം മോശയെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്.
എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ആ ദൗത്യത്തിൽ മുഴുകി ഒരു എന്താ പറയുന്നത്, തിരക്കുള്ള സമയമില്ലാത്തൊരു വ്യക്തിയായിട്ടല്ല മോശയെ നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നല്ലതാണ്, ശുശ്രൂഷകളൊക്കെ വളരെ ആവശ്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ തിരക്ക് കൂടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു പക്ഷേ ദൈവമായിട്ട് കൂടെ ഇരിക്കാനുള്ള സമയം ഇരിക്കാതെ പോകുന്ന അവസ്ഥ, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥ, ദൈവസന്നിധിയിൽ നിന്ന് വചനം ധ്യാനിക്കുവാൻ സമയം കിട്ടാതെ പോകുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം. പ്രിയമുള്ളവരെ, എന്നാൽ മോശ നേരെ തിരിച്ചാണ് നമ്മൾ കാണുന്നത്. ഇത്രമാത്രം തിരക്കുള്ള വ്യക്തി, ഇത്രമാത്രം വളരെ എന്താ പറയുന്നത്, ഈ ജനത്തെ മുഴുവനും വഹിച്ചുകൊണ്ട് പോകുന്ന വ്യക്തി. പക്ഷേ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ പ്രയോറിറ്റി നമ്പർ 1 ദൈവത്തോട്, ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമായിട്ട് സംസാരിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അനുഭവം മോശയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു പാഠമായിട്ട് ഇരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ ചിന്തിക്കാൻ തക്കോണം സാധിക്കുന്നത്, മോശയുടെ പ്രയോറിറ്റി എന്തായിരുന്നു എന്നുള്ളതാണ്. മോശയുടെ പ്രയോറിറ്റി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതായിരുന്നു. ഇനി അതിനുവേണ്ടി മോശ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ തക്കോണം പോകുന്നതും. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് എപ്രകാരം നമുക്ക് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുമെന്നുള്ളതും നമുക്കൊന്ന് ചിന്തിക്കുവാൻ തക്കോണം സാധിക്കുകയാണ്. അപ്പോൾ തിരക്ക് കൊണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്ന് ആർക്കും പറയുവാൻ തക്കോണം ഇടയായി തീരരുത്. കാരണം നമ്മെക്കാൾ എല്ലാം തിരക്കുള്ള വ്യക്തിയായിട്ടാണ് മോശയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കോണം കഴിയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മോശയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഒന്ന് വീക്ഷിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഇവിടെ നമുക്ക് അതിനുവേണ്ടി മോശ ചെയ്ത ചില കാര്യങ്ങൾ, മോശയുടെ ഭാഗത്തു നിന്ന് വന്ന ചില അല്ലെങ്കിൽ എന്തൊക്കെയാണ് മോശ അതിനുവേണ്ടി ചെയ്തെന്നുള്ള ഇനിഷ്യേറ്റീവ് നമുക്കൊന്ന് നോക്കാം. 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 7-ാം വാക്യം നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. അവിടെ വായിച്ചു, മോശെ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. ഇവിടെ മോശ ചെയ്ത ഒരു പ്രവൃത്തി നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. എന്ന് പറഞ്ഞാൽ, ഈ ദൈവമായിട്ടുള്ള മധുര സമ്പർക്കം പുലർത്തുവാൻ തക്കവണ്ണം മോശയുടെ ഭാഗത്തു നിന്നും മോശ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എന്തായിരുന്നു? അവിടെ നമ്മൾ വായിച്ചു, മോശെ ഒരു കൂടാരം അടിക്കുകയാണ്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇത് സമാഗമന കൂടാരമല്ല. സമാഗമന കൂടാരം ഔദ്യോഗികമായിട്ട് ഇതുവരെയും ആ രീതിയിൽ അവിടെ സ്ഥാപിതമായി തീർന്നിട്ടില്ല. 25 മുതൽ ഏതാണ്ട് 28 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ഈ സമാഗമന കൂടാരം അല്ലെങ്കിൽ ടാബർനാക്കിൾ അതിൻ്റെ രൂപരേഖ ദൈവം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന സമയത്തും സമാഗമന കൂടാരം ആ നിലയിൽ സ്ഥാപിതമായി തീർന്നിട്ടില്ല. അത് അല്പം കഴിയുമ്പോഴാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ നമ്മൾ കാണുന്നത്, ഇംഗ്ലീഷിൽ നോക്കുമ്പം അവിടെ നമുക്ക് ടെന്റ് ഓഫ് മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിന് വേണ്ടി കൂടുന്ന ഒരു ടെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൂടാരമായിട്ടാണ് അവിടെ നമുക്ക് അതിനെ കാണാൻ തക്കണം സാധിക്കുന്നത്. എന്താണ് അവിടെ നമ്മൾക്ക് കാണാൻ തക്കണം കഴിയുന്നത് നോക്കിയേ. ഈ പാളയത്തിൽ നിന്നും മാറി അല്പം അങ്ങോട്ട് മാറിയിട്ടാണ്, പാളയത്തിന് പുറത്താണ് താൻ ചെയ്യുന്നത്. കാരണം പാളയം വലിയ ഒരു ജനാവലി തിങ്ങിക്കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പലവിധമായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, പാപമൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ അതെല്ലാം മാറി ഒരല്പം വേറിട്ടിരുന്നുകൊണ്ട് മോശ ഒരു കൂടാരം അടിക്കുകയാണ്. ആ കൂടാരം, അത് ഒറ്റ പർപ്പസാണ് ആ കൂടാരത്തിനുള്ളത്. എന്താണെന്ന് അറിയാമോ? ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവത്തെ മുഖാമുഖം കാണുക, ദൈവമായിട്ട് ഉള്ള മധുര സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതാണ് ആ ടെന്റ് ഓഫ് മീറ്റിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലൊക്കെ നമുക്ക് ഈ ടെന്റ് ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കൂടാരത്തെക്കുറിച്ച്, ഇത് താൽക്കാലിക കൂടാരമായിരുന്നു. ഞാൻ പിന്നീട് പറയുമ്പോൾ ആ കാര്യം പറയുന്നുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു കൂടാരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ മോശ അത് അടിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. ഇനി വേറൊരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, എബ്രായ ഭാഷയിൽ നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ചില എഴുത്തുകളിൽ കൂടി ഞാനത് മനസ്സിലാക്കിയത് പ്രകാരമാണ്. അവിടെ ഈ കൂടാരം അടിച്ചു എന്ന് പറയുന്നതിന് അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ 1-2 ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ വാങ്ങിച്ചത് തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് അടിക്കുക എന്നുള്ളത് തൻ്റെ ഒരു പതിവായിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്.
നമുക്കറിയാം, നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണല്ലോ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നത്. അപ്പോൾ യഹോവ വീട് പണിയാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലായിട്ട് പണിയാതിരുന്നാൽ എന്നുള്ളതല്ല. പണിയുക എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയയെക്കുറിച്ചാണ് അവിടെ കാണുന്നത്. അതുപോലെ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ, ഒരിക്കലായിട്ട് കാക്കാതിരുന്നാൽ എന്നുള്ളതല്ല, നിരന്തരമായിട്ട് കാക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ പണിതുകൊണ്ടേയിരിക്കുന്നു, കാത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്കവിടെ കാണാൻ ആ ഒരു യൂസേജ് ഇതിനെല്ലാം സമാനമായിട്ടാണ് അവിടെ മനസ്സിലാക്കാൻ തക്കൊണ്ട് എനിക്ക് സാധിച്ചത്. അപ്പോൾ കൂടാരം അടിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചെന്ന് കൂടാരം അടിച്ചു എന്നുള്ളതല്ല, പിന്നെ താൻ കൂടാരം അടിച്ചുകൊണ്ടേയിരുന്നു എന്ന് വെച്ചാൽ തൻ്റെ ഒരു പതിവായിട്ട് നമുക്കതിനെ കാണാൻ തക്കൊണ്ട് കഴിയുന്നത്. ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഓഫ് മോസസ്. മോശയുടെ ജീവിതത്തിൽ ഈ ദൈവത്തോടു കൂടി ഇരിക്കുവാൻ തക്കോണം മോശ എടുത്ത ഇനിഷ്യേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി താൻ ഒരു ശ്രമം നടത്തുകയാണ്. എന്തായിരുന്നു ആ ശ്രമം? മറ്റെല്ലാ തിരക്കിൽ നിന്നും മാറി, ഇത്രമാത്രം തിരക്കുള്ള വ്യക്തി മറ്റെല്ലാ തിരക്കിൽ നിന്നും മാറി പാളയത്തിന് പുറത്ത് ഒരു ചെറിയ ടെൻ്റ് അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് ദൈവമുഖത്തേക്ക് നോക്കിയാണ്. പ്രിയമുള്ളവരെ, എത്ര നല്ലൊരു മാതൃക നമുക്കവിടെ കാണാൻ കൊണ്ട് കഴിയുകയാണ്. ഇങ്ങനെ ഒരു സ്ഥലം നമുക്കുണ്ടായിരുന്നെങ്കിൽ, പലപ്പോഴും പല വീടുകളും എനിക്കറിയാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ മുറികളൊക്കെ പണിത് നമ്മൾ അതിനു വേണ്ടിയൊക്കെ വെക്കാറുണ്ട്. വളരെ നല്ലതാണ്, വളരെ മാതൃകാപരമാണ്. പക്ഷേ അതൊക്കെ എത്രമാത്രം നാം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ. പലപ്പോഴും തിരക്കുകളും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ഒക്കെ അതൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു സമയം എടുക്കുവാൻ തൊക്കെ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നാം ഓർത്തിരിക്കണം. എന്നാൽ മോശ എത്ര തിരക്കുണ്ടായിട്ടും ദൈവമായിട്ട് ആ ഉറ്റ ബന്ധം കീപ്പ് ചെയ്ത് പോകാൻ തൊക്കോണം മോശ എത്രമാത്രം ആഗ്രഹിച്ചു എന്നുള്ളതാണ് താന് ഈ ചെയ്ത പ്രവൃത്തിയിൽ കൂടി നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയുന്നത്. ദൈവത്തോടു കൂടെ സമയം ചിലവഴിക്കുക എന്നുള്ളത് മോശയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ആ ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായപ്പോൾ മോശ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ കണ്ടത്. അതിനുവേണ്ടി ഒരു സ്ഥലം താൻ തിരഞ്ഞെടുത്ത് ആ ഒരു പ്രെയർ റൂം അല്ലെങ്കിൽ ആ ഒരു ടെന്റ് ഓഫ് മീറ്റിംഗ് അതിനു വേണ്ടി താന് ആ തിരക്കുകളുടെ മധ്യത്തിലും താൻ അവിടെ സമയം ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് നല്ലൊരു മാതൃക അവിടെ കാണാൻ തൊക്കണം സാധിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ദൈവത്തോടു കൂടെ നാം ചെലവഴിക്കുന്ന സമയം അത് വളരെ പ്രഷ്യസ് ആണെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. മോശയ്ക്ക് അതിൻ്റെ ആ മാധുര്യം മനസ്സിലാക്കി. ആ മധുര സമ്പർക്കത്തിൻ്റെ മാധുര്യം മോശ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിലും ഈ പ്രെയർ ലൈഫ് അത് നെഗ്ലക്റ്റായി പോകാൻ തൊക്കണം ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തെ നാം അവഗണിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ആത്മീയമായിട്ട് നാം താഴേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ വരാൻ തൊക്കോണം ഇടയായി തീരരുത് എന്നുള്ളത് മോശയുടെ ജീവിതത്തിൽ കൂടി നമുക്ക് തരുന്ന ഒരു പാഠമാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അതിൻ്റെ ഈ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച 7-ാം വാക്യത്തിന് 2-ാം ഭാഗത്തിലേക്ക് ഒന്ന് നോക്കുക. നമ്മുടെ പ്രേയർ നമ്മൾ കണ്ടത്, ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ ആ വാക്യം. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരത്തടിച്ചു. 2-ാം ഭാഗം, അതിന് സമാഗമന കൂടാരം പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. നോക്കണം, അവിടെ ആ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ടു. ആരായിരുന്നു അതിൽ ഒന്നാമത്തെ വ്യക്തി? യഹോവയെ അന്വേഷിക്കുന്ന ഒന്നാമത്തെ വ്യക്തി ആരായിരുന്നു? മോശ തന്നെയായിരുന്നു, അല്ലേ? യഹോവയെ അന്വേഷിക്കുന്ന വ്യക്തിയായിട്ട് മോശയെ നാം കാണുകയാണ്. ഈ രാവിലെ മുതൽ തൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് സംസാരിക്കണം, ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് തനിക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും യഹോവയെ അന്വേഷിക്കുവാൻ തക്കവണ്ണം താന് സമയമെടുത്തു എന്നുള്ളത് നാം കാണുകയാണ്. നോക്കണം, അതിനുവേണ്ടി താന് അവിടേക്ക് പോവുകയാണ്. ഇതിനു വേണ്ടിയാണ് യഹോവയെ അന്വേഷിക്കുവാൻ വേണ്ടി ആ കൂടാരത്തിലേക്ക് താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടിയിരിക്കാൻ, ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തക്കവണ്ണം പോവുകയാണ്. ആഗ്രഹത്തോടെ, വാഞ്ഛയോടെ, കൊതിയോടുകൂടി മോശ ഓടി ആ കൂടാരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്ന് തന്നോട് സംസാരിക്കുകയായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുകയാണ്. പ്രിയമുള്ളവരെ, മോശ അങ്ങനെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? മോശ മാത്രം ചെന്നാൽ പോരായല്ലോ, അല്ലേ? ദൈവം കൂടെ വന്നേ പറ്റത്തുള്ളൂ. 9-ാം വാക്യം വായിച്ചു നോക്കി. 9-ാം വാക്യം നമ്മൾ കാണുന്നു, മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും
യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ആഗ്രഹത്തോടുകൂടി, വാഞ്ചയോടുകൂടി മോശ താൻ ഉണ്ടാക്കിയ ആ കൊച്ചു മുറിയിലേക്ക്, കൂടാരത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന്, അവിടെ ആ മേഘം ഇറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ദൈവം വാസ്തവമായിട്ട് ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടാകുകയാണ്. മോശയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു മധുര സംഭാഷണം, ഒരു ഹൃദ്യമായ ഒരു സംഭാഷണം. ഇതല്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഇതാണ് പ്രാർത്ഥന. മോശ അതിൻ്റെ മാധുര്യം മനസ്സിലാക്കി അത് മുടങ്ങാതെ താൻ ചെയ്തതായിട്ട് നാം കാണുകയാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയി, മോശയെക്കാളിലൊക്കെ മോശയ്ക്ക് ഒരു കാര്യം ഓർക്കണം, അന്ന് ദൈവവചനം ഈ രീതിയിലൊന്നും എഴുതി കിട്ടിയിട്ടില്ല. എന്തുമാത്രം തടസ്സങ്ങളാണ് തൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് യാതൊരു കോംപ്രമൈസും മോശയ്ക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു മധുര സംഭാഷണത്തിന് സമയമെടുക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നമുക്കത് കഴിയണം. മോശ ആ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. ഓരോ പ്രിയപ്പെട്ടവർക്കും അതിന് ഇടയായി തീരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും എന്നുള്ളത്. അപ്പം മോശയുടെ മുൻഗണന നമ്മൾ കണ്ടു. അതിനുവേണ്ടി മോശ ചെയ്ത കാര്യങ്ങളാണ് നമുക്കൊരു വെല്ലുവിളിയായിട്ട് തീരുവാൻ കൊണ്ടും ഇടയായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് മറ്റു യാതൊന്നും കൊണ്ടും കോംപ്രമൈസ് ചെയ്യാതെ അത് ശക്തിയോടെ മുന്നോട്ട് പോകാൻ തൊക്കണം ഇടയായി തീരണം. പലപ്പോഴും പ്രവർത്തനങ്ങളിൽ നാം മുഴുകി, പ്രവർത്തനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ പോകാറുണ്ട്. പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, പ്രവർത്തനങ്ങൾ വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. പ്രവർത്തനങ്ങൾ വേണം. പക്ഷേ അതിന് മുമ്പിലായിട്ട്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ, അതിലും പ്രയോറിറ്റി ആയിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കൃപ പ്രാപിച്ച് ആ മധുര സംഭാഷണം ചെയ്ത് ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കി പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിജയം നമ്മൾ പിന്നീട് മോശയുടെ ലൈഫിൽ കൂടി നമ്മൾ കാണാൻ പോവുകയാണ്. ആ നിലയിൽ മോശ തരുന്ന ആ മനോഹരമായിരിക്കുന്ന മാതൃക നമുക്കും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. മോശയുടെ ജീവിതത്തിലെ ആ രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു. അപ്പം ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എത്ര വലിയ വ്യക്തിയാണെങ്കിലും, എത്രമാത്രം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് ആ നിലയിൽ ദൈവമായിട്ടുള്ള മധുര സംഭാഷണത്തിൽ സമയം ചെലവഴിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ കാണുകയുണ്ടായി. ഇനി മൂന്നാമത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് അവിടെ നോക്കുമ്പോൾ 8ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റു, ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. നോക്കണം, വലിയൊരു സമൂഹം, ഒരു ജനസമൂഹം, നമുക്ക് ഇങ്ങനെ പറയാം നമ്മുടെ ഭാഷയിൽ, വിശ്വാസികളുടെ ഒരു കൂട്ടം മോശയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അവർ കാണുന്നത്? തങ്ങളുടെ നേതാവ് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കനാൻ ദേശത്തേക്ക് അവരെ നയിക്കുന്ന അവരുടെ നേതാവിന്റെ ഉദാത്തമായിരിക്കുന്ന മാതൃക കണ്ട് അവരെഴുന്നേറ്റ് നിന്ന് ആ കാഴ്ച കാണുകയാണ്. മാത്രമല്ല, ആ കാഴ്ച അവരെ എന്തിലേക്ക് നയിച്ചു എന്ന് നോക്കുക. 10ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ആ കാഴ്ച 10ാം വാക്യം നമ്മൾ കാണുന്നു: ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഓരോ ഹൃദയങ്ങളെയും ഒരുക്കിയെടുക്കുവാൻ മോശയുടെ ആ പ്രവൃത്തിക്ക് സാധ്യമായി തീർന്നു എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ശുശ്രൂഷയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മോശയുടെ ഈ പ്രവൃത്തി ആ ജനങ്ങളിൽ വരുത്തിയ സ്വാധീനം, ആ വരുത്തിയ ഇൻഫ്ലുവൻസ് എത്ര വലുതായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. മോശ ദൈവത്തെ അനുസരിച്ചു, മോശ ദൈവത്തെ ആരാധിച്ചു, മോശ ദൈവമായിട്ട് സമയം ചെലവഴിച്ചു. അതിന്റെ അനന്തരഫലം എന്നുള്ളത്, ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത്, ആ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം സമയത്തിന്റെ കുറവുകൊണ്ട് പ്രവേശിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകട്ടെ. ഈ കൂടാരം, ഇവിടെ ഇപ്പോൾ ദൈവം വസിക്കുന്ന ആ മേഘസ്തംഭം എന്ന് പറഞ്ഞത് ദൈവം ഇറങ്ങി വരുന്ന ക്ലൗഡാണ്. ദൈവം ഇറങ്ങി വരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അധികം താമസിയാതെ, ഇത് മോശം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അധികം താമസിക്കാതെ
ഈ കൂടാരമുണ്ടല്ലോ, ഈ മീറ്റിംഗ് പ്ലേസ്, ഇത് ദൈവം അധിവസിക്കുന്ന തിരുനിവാസമായിട്ട് മാറാൻ പോവുകയാണ്. അത് താമസിക്കാതെ അത് മാറുകയാണ്. നിരന്തരമായിട്ട് മോശ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് മധുര സംഭാഷണം നടത്തിക്കൊണ്ടിരുന്ന ഈ കൂടാരത്തിൽ നിന്നും ഈ ജനങ്ങളും കൂടിയുള്ള ആ ഒരു യഥാർത്ഥമായിരിക്കുന്ന ടാബർനാക്കിൾ അല്ലെങ്കിൽ സമാഗമന കൂടാരം, തിരുനിവാസം അതിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ that meeting place became the dwelling place of God. ദൈവം അധിവസിക്കുന്ന ആ തിരുനിവാസമായിട്ട് ആ മീറ്റിംഗ് പ്ലേസ് മാറാൻ പോവുകയാണ്. അവിടെയാണ് ദൈവത്തിന്റെ ഷഖേന ഗ്ലോറി ഇറങ്ങി വരികയും ജനമത് കാണുകയും ദൈവത്തിന് ജനത്തോടുകൂടെ വസിക്കുവാനുള്ള ആഗ്രഹം അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. നോക്കണം, ദൈവത്തിന് മോശയെയും ഈ ജനത്തെയും വിട്ടുപിരിയുവാൻ കഴിയാത്തൊരു ബന്ധം. എനിക്കൊന്ന് ചെറിയാൻ സാറാണെന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത്, പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. പ്രിയമുള്ളവരെ, നമ്മളെ രക്തം തന്ന് വീണ്ടെടുത്ത് കർത്താവിൻ്റെ വകയാക്കി തീർത്തിരിക്കുന്ന നമ്മളെ വിട്ടുപിരിയുവാൻ കർത്താവിന് മനസ്സില്ല. അതൊരു പിരിയ ബന്ധമാണ്. യുഗകാലം വരെയുമുള്ള ഒരു പിരിയ ബന്ധമായിട്ട് അത് കാണുകയാണ്. പുതിയ നിയമത്തില് ദൈവം വസിക്കുന്ന മന്ദിരം ആരാണ്? നാം ഓരോരുത്തരും. പഴയ നിയമത്തില് ഈ തിരുനിവാസത്തിലേക്ക് ദൈവത്തിന്റെ തിരുനിവാസം അല്ലെങ്കിൽ അവന്റെ ഡൊല്ലിംഗ് പ്ലേസ് ആയിട്ട് അതിനെ നമ്മൾ കാണുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളും അവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവപൈതലും ഈ ദൈവം വസിക്കുന്ന മന്ദിരം, പരിശുദ്ധാത്മാവിന്റെ മന്ദിരം, ആലയമായിട്ട് ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. മോശയ്ക്ക് ദൈവത്തെ മീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ആ പാളയത്തിന് പുറത്ത് ആ കൂടാരത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ശരീരം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ആലയത്തിൽ ആരാ വസിക്കുന്നത്? പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന കർത്താവ് വസിക്കുന്ന മന്ദിരമാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അവിടെ ആ ഒരു സൗഹൃദം, ആ ഒരു മധുര സംഭാഷണം ഈ ദൈവമായിട്ട് കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കുക. ആ ഒരുറ്റ ബന്ധമായിട്ട് അതിനെ വളർത്തിയെടുത്ത്, അങ്ങനെയെങ്കിൽ അതെന്ത് അനുഗ്രഹമായിട്ട് മാറും. കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ ജനത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. തൻ്റെ ജനത്തോടൊപ്പം വസിക്കുക. നമുക്കറിയാം, കർത്താവിൻ്റെ പേര് തന്നെ ഇമ്മാനുവേൽ എന്നാണ്, എന്തല്ലേ? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കാനാണ് ആഗ്രഹം. നമുക്ക് ആഗ്രഹമുണ്ടോ വാസ്തവമായിട്ട്? അതോ തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് നാം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണോ? നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. വളരെ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഓർപ്പിക്കുന്നത്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, എത്ര തിരക്കാണെങ്കിലും എത്രയെല്ലാം പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ദൈവമായിട്ടുള്ള ഈ മധുര സംഭാഷണത്തിന് വേണ്ടി അതിനുവേണ്ടി അത് നമ്മുടെ പ്രയോറിറ്റി ആയിട്ട് തീർന്നുകൊണ്ട് അതിനുവേണ്ടി ഉത്സാഹിക്കുകയും അതിനുവേണ്ടി നമുക്ക് മനഃപൂർവ്വമായിട്ട് ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുവാൻ തൊക്കെ നമുക്കിടയായി തീരട്ടെ. ആ നിലയിൽ ആ ഒരു ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ ലോർഡ്, ദൈവമായിട്ടുള്ള നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാം. ദൈവം നമ്മോട് കൂടെ വസിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ പുനരുത്ഥാനം എല്ലാം കഴിഞ്ഞ് ആ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് അന്ത്യനിയോഗം കൊടുക്കുമ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആ വാക്യം നമുക്കറിയാമല്ലോ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കണം. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കണം. അതിനകത്ത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇതുമില്ല. പക്ഷെ നാം അതിന് മനസ്സ് വെക്കുന്നുണ്ട്. മോശയ്ക്ക് അതിന് മനസ്സായിരുന്നു. അതിനുവേണ്ടി മോശ ചെയ്ത കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ പുതുദൈവ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് നാം ദൈവം വസിക്കുന്ന ആലയങ്ങളാണ്. ആ ആലയത്തിൽ ഈ ദൈവത്തിന് വാസ്തവമായിട്ട് നാമുമായിട്ട് ആ ഒരു മധുര സംഭാഷണം, ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അത് കാത്തു സൂക്ഷിപ്പാൻ കഴിയുന്നുണ്ടോ, നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഈ തരണത്തിലൊന്ന് ഓർക്കുവാൻ തക്കോണം നമുക്കിടയായി തീരട്ടെ. നമ്മൾ 3 കാര്യങ്ങൾ കാണുകയുണ്ടായി. ഒന്ന്, മോശ ചെയ്ത ചില സ്റ്റെപ്പുകൾ. എന്താണ് ചെയ്തത്? താൻ അതിനുവേണ്ടി ഒരു കൂടാരം അടിച്ചു, ഒരു പ്രത്യേക സ്ഥലം അതിനുവേണ്ടി ക്രമീകരിച്ച് നിരന്തരമായിട്ട് താൻ അതിലേക്ക് പോകുന്നതായിട്ട് കാണുകയാണ്. 2, യഹോവയെ അന്വേഷിക്കുവാൻ തക്കോണം മനസ്സ് വെച്ചു. മോശ അതിന് മനസ്സ് വെച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. 3, നമ്മൾ കണ്ടത് മോശ അതിനുവേണ്ടി മനസ്സ് വെച്ചപ്പോൾ തന്നെ അനുഗമിക്കുന്ന വലിയൊരു ജനവിഭാഗം, ആ ഒരു വലിയ കൂട്ടം, അവരിലേക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെല്ലുവാനും അവര്
ദൈവത്തെ നമസ്കരിക്കുവാനും ആ ഒരു വലിയൊരു ആത്മീയ ബന്ധം അവിടെ പുലർത്തിയെടുക്കുവാനും ഇതൊക്കെ കൂടിയായി തീർന്നു. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ഇത് മുഖാന്തരം എന്താ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ഇതിന്റെ റിസൾട്ട് എന്താണ്? മോശ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? മോശയുടെ ജീവിതത്തിൽ മോശ ഈ തൻ്റെ തിരക്കുകളുടെ മധ്യത്തിൽ തൻ്റെ പ്രയോറിറ്റി കാത്തു സൂക്ഷിച്ച് ദൈവമായിട്ടുള്ള ഈ മധുര സംഭാഷണത്തിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോയി. എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളത് അത് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ അനേക ഭക്തന്മാരെ നമ്മൾ കാണുന്നുണ്ട്. മോശയ്ക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആ ഒരു അടുപ്പം, ആ ഒരു എന്താ പറയുന്നത്, ഈ മുഖാമുഖമായി സംസാരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അത്രയും ഒരു അടുപ്പം മറ്റാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ദൈവം അത്രമാത്രം മോശമായിട്ട് ഇടപെട്ടു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതിൻ്റെ ഒരു പരിണിത ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു റിസൾട്ടോ അതിൻ്റെ എന്നുള്ളത് നമുക്കറിയാം. തിരുവചനത്തിലെ മോസ്റ്റ് ഓഫ് ദ ബുക്സ് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ എത്രയധികം ഭൂരിപക്ഷം പുസ്തകങ്ങൾ എഴുതുവാൻ തക്കോണം ദൈവം മോശയെ ഉപയോഗിച്ചു. സങ്കീർത്തനങ്ങൾ തന്നെ എത്ര എണ്ണമാണ്. അതുപോലെ ആ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബൈബിൾ, ആദ്യത്തെ ഭാഗം മുഴുവൻ മോശയും കൊണ്ടാണ് ദൈവം എഴുതിപ്പിച്ചത്. മാത്രമല്ല വളരെ കാതലായിരിക്കുന്ന സത്യങ്ങൾ, പ്രമാണങ്ങൾ മോശയിൽ കൂടിയാണ് എഴുതുവാൻ ദൈവത്തിന് പ്രസാദമായി തീർന്നത്. ദൈവം അതിനുപയോഗിച്ചത് മോശയാണ്. അഹ്റോൻ ഉണ്ടായിരുന്നു കൂടെ. പ്രഗത്ഭരായിരിക്കുന്ന അഹ്റോനെ കുറിച്ച് പറയുന്നത് മോശയുടെ സ്പോക്സ്മാൻ ആയിരുന്നു അല്ലേ, വക്താവായിരുന്നു. പക്ഷേ അവരെ ആരെയും അല്ല ദൈവം യൂസ് ചെയ്തത്. ഇനിയും യുവാവായിരുന്ന യോശുവ ഉണ്ടായിരുന്നു കൂടെ. എന്നാൽ ദൈവം ഉപയോഗിച്ചത് മോശയാണെന്നുള്ളത് നാം എന്തുകൊണ്ടായിരിക്കാം ദൈവം മോശയെ ഉപയോഗിച്ചത്? മോശയ്ക്ക് ഇതൊക്കെ കൊടുക്കുവാൻ തക്കൊണ്ട് ദൈവത്തിന് പ്രസാദമായി തീർന്നത് ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്ന ഒരു മോശയെ അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ മോശയുടെ ജീവിതത്തിൽ കൂടി ആ ഒരു കാര്യം സാധ്യമായി തീർന്നത് നമുക്കവിടെ കാണാൻ തക്കണം കഴിയുകയാണ്. പ്രിയമുള്ളവരെ, അത് ഈ ദൈവമായിട്ടുള്ള ഈ ഒരു ബന്ധം മോശ ആസ്വദിച്ചു, അതുപോലെ തന്നെ ദൈവവും ആസ്വദിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുകയാണ്. ആ ഒരു ദൈവമായിട്ടുള്ള കമ്പനി മോശ നന്നായിട്ട് ആസ്വദിച്ചു എന്നുള്ളത് നമുക്ക് മോശയുടെ ജീവിതത്തിൽ കൂടി കാണാൻ തക്കണം കഴിയുകയാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവമായിട്ടുള്ള ആ ഇൻറ്റിമസി ഒരുപക്ഷെ അഹരോനെക്കാട്ടിലും മറ്റെല്ലാവരെക്കാട്ടിലും മോശ അനുഭവിച്ചു. മോശയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കോണം ദൈവത്തിന് പ്രസാദമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കൂട്ടായ്മ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിപ്പാൻ നമുക്കിടയായി തീരുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ ദൈവം തൻ്റെ ശുശ്രൂഷകൾ വളരെ ഫലകരമായ നിലയിൽ നമ്മിൽ കൂടിയും ദൈവം നിറവേറ്റി തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ശുശ്രൂഷ നല്ലതാണെന്ന് ഞാൻ ഓർപ്പിച്ചു. ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം, ഈ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ആ ഒരു ആസ്വാദനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ. അവിടെയാണ് ദൈവം പ്രസാദമായി തീർന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് നമ്മൾ വായിക്കുകയാണ് അല്ലേ. നമ്മുടെ ഇടയിൽ പാർത്തു. ഇംഗ്ലീഷിൽ അവിടെ ചില വേർഷനിൽ കാണുന്നത് ഹി ടാബർനാക്കിൾഡ് അമോങ് us എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നത് നമ്മോട് കൂടെ പാർക്കുവാൻ തക്കോണമാണ്. നമ്മോട് കൂടെ പാർത്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഹൃദ്യത, നമ്മുടെ ആ ഇന്റിമസി ആസ്വദിക്കുവാൻ ദൈവത്തിന് ഇന്നും മനസ്സാണ്. ദൈവം ആ നിലയിൽ ഇന്നും തൻ്റെ ജനത്തെ നോക്കുകയാണ്. എനിക്കതിന് മനസ്സുണ്ടോ എന്നുള്ളതാണ് ദൈവം ചോദിച്ചത്. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വ്യക്തിയോടും, ഓരോ സഹോദരനോടും, ഓരോ സഹോദരിയോടും ഹൃദ്യമായിട്ട് ദൈവം ചോദിക്കുകയാണ്, മോശയെ പോലെ എൻ്റെ സന്നിധിയിൽ ആ മധുര സംഭാഷണത്തിൽ ഏർപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവം പറയാണ്, എനിക്ക് മനസ്സുണ്ട്. ദൈവത്തിന് പൂർണ്ണ മനസ്സാണ്. പക്ഷെ നമുക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി. നാം നമ്മുടെ തിരക്കിൽ നിന്ന് വേറിട്ട് ദൈവത്തിൽ ഒന്നിരിക്കാമെങ്കിൽ തൻ്റെ ഹൃദയം നമ്മോട് പകരുവാൻ തക്കോണം ദൈവത്തിന് ഏറ്റവും അധികം ആഗ്രഹമാണ്. ആ ഒരു തൻ്റെ വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൂടി സാധിപ്പാൻ തക്കോണം ഇടയായിത്തീരട്ടെ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ദിവസം നമ്മളിതെല്ലാം മാറി നമ്മൾ കർത്താവിന്റെ സന്നിധിയിലാകും, പിന്നെ അവനോടൊപ്പം ആയിരിക്കും നമ്മൾ. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭ്യമായി തീരുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇതിനെ നാം കാണുകയാണ്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുന്ന് അതിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. മോശയെ പോലെ ഉത്കടമായിരിക്കുന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടായാൽ ആ ആഗ്രഹം അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ തൊക്കെ ഇടയായി തീരും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം മുന്നേറുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ദൈവം മോശയ്ക്ക് കൊടുത്തതുപോലെ നമ്മിൽ കൂടിയും വെളിപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നീട് നമുക്കറിയാം, ഈ മോശയെ ദൈവം ഉപയോഗിച്ച് ഒരു വലിയ ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ തൊക്കെ മോശയെ ഉപയോഗിച്ച ആ ഒരു മഹനീയമായിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ കണ്ട കാര്യം, മോശ എന്ന വ്യക്തി ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ തക്കോണമുള്ള തൻ്റെ ആ ഒരു അടങ്ങാത്ത ആഗ്രഹം, അതിനുവേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട് അതിനുവേണ്ടി എന്തെല്ലാം സ്റ്റെപ്പുകൾ താൻ എടുത്തു എന്നുള്ളതാണ് ചുരുക്കമായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് മോശയുടെ ജീവിതത്തിൽ സാധിച്ചുവെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇത് സാധിക്കും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധിക്കും. പക്ഷെ മനഃപൂർവ്വമായ ചില ശ്രമങ്ങൾ ഇതിനാവശ്യമാണെന്നുള്ള കാര്യമായിരുന്നു നാം ഇതുവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആ നിലയിൽ മോശ ചെയ്ത ചില കാര്യങ്ങൾ നാം വളരെ ചുരുക്കമായിട്ട് വളരെ ലളിതമായിട്ട് നമ്മളവിടെ കാണുകയായിരുന്നു. എന്നാൽ ഞാൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദൈവമായിട്ടുള്ള അടുപ്പവും ബന്ധവും ആർക്കാണ് ദൈവം വെച്ചിരിക്കുന്നത്? തൻ്റെ മക്കൾക്കാണ് ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ മക്കൾ എന്നുള്ള പദവിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ദൈവത്തിന് അവരുടെ ഒറ്റ കാര്യം പറയാൻ തൊക്കുന്നുള്ളൂ. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മകനായി തീരുക അല്ലെങ്കിൽ മകളായി തീരുക. കാരണം ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമുള്ളൊരു പദവിയാണ് അവനോട് സംസാരിക്കുക, അവനോട് ഈ മധുര സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മുടെ നോക്കിയിട്ട് അങ്ങനെയുള്ള വ്യക്തികളോട് നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഈ ഞാനുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് നീ വരണം. എങ്ങനെയാണ് ബന്ധത്തിലേക്ക് വരാൻ തക്കണം സാധിക്കുന്നത്? ബൈബിൾ പ്രകാരം ഓർപ്പിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, അത് ഈ മനുഷ്യ സമൂഹത്തെ നോക്കിയിട്ട് ദൈവത്തിന് പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല, യാതൊരു വ്യത്യാസവുമില്ല. ഓൾ ഹാവ് സിൻ ആൻഡ് ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. എന്നാൽ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ? പരിഹാരമുണ്ട്. നമ്മൾ പ്രാരംഭത്തിൽ ആ പാട്ട് കേൾക്കുകയായിരുന്നല്ലോ, സർവ പാപ കറകൾ കഴുകിക്കളയുന്ന പുണ്യാഹ രക്തം കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ കർത്താവ് മനുഷ്യനായിട്ട് ഒരു ജന്മമെടുത്തുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. മാത്രമല്ല, കാൽവറിയിൽ ആ സ്നേഹത്തിന്റെ പ്രദർശനം നമുക്ക് കാണാൻ കൊണ്ട് കഴിയുകയാണ്. അതുകൊണ്ട് എനിക്കെന്താ ലാഭം ഉണ്ടായത്? എനിക്കെന്താ നേട്ടം ഉണ്ടായത്? ഞാനത് വിശ്വസിക്കണം. ഈ കാൽവറിയിലെ മരണം എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ അതിനെ അംഗീകരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. 2 കാര്യങ്ങൾ എന്താണെന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ കിട്ടുന്നത് എന്താണ്? നിത്യജീവൻ. വിശ്വസിച്ചാൽ കിട്ടുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവന്റെ അവകാശിയായി തീരുവാനാണ് ദൈവം ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വസിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്, എന്താ? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പം വിശ്വസിച്ചില്ലെങ്കിൽ നശിച്ച് നിത്യമായ ശിക്ഷാവിധിയിലേക്ക് വീടുവാൻ തക്കൊണ്ടിടയായി തീരും. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി പോലും ശിക്ഷാവിധിയിൽ പോകുവാൻ തക്കൊണ്ടുമല്ല, പിന്നെയോ ഈ കർത്താവിന്റെ വകയായിട്ട് തീർന്ന് നിത്യജീവന്റെ അവകാശിയായിട്ട് സ്വർഗസ്ഥലങ്ങളിൽ അവനുമൊത്ത് നമ്മൾ ഓർത്തുപോലെ ആ പിരിയാബന്ധത്തിൽ മുന്നോട്ട് പോകാൻ തക്കൊണ്ടുമാണ്. ഇന്ന് രാത്രി ഈ വചന കേൾവിയിൽ ആരെങ്കിലും ഇതുവരെയും ഈ കർത്താവുമായിട്ട് വ്യക്തിപരമായിരിക്കുന്ന ബന്ധത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പറയുവാൻ തക്കോണമുള്ള ഈ സന്ദേശം ഇന്ന് തന്നെ ഈ കർത്താവിനെ ജീവിതത്തിന്റെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് അവനുമായിട്ട് ആ ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ അവൻ വേഗം വരാൻ പോവുകയാണ്. അവൻ വരുമ്പോൾ അവന്റെ സന്നിധിയിൽ, ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാമും എടുക്കപ്പെടും. പിന്നെ നിത്യയുഗം അവനുമായിട്ട് നാം കഴിയും. ഇനിയും അങ്ങനെ ആ ബന്ധത്തിലേക്ക് വന്നവർക്കുള്ള സന്ദേശമായിരുന്നു ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മോശയുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? ഈ കർത്താവുമായിട്ടുള്ള മധുര സംഭാഷണത്തിൽ മുന്നോട്ട് പോകുക.
ഏത് തിരക്കിന്റെ മധ്യത്തിലും അല്പം പോലും വീഴ്ച വരുത്താതെ അതിൽ മുന്നേറുവാൻ, അതിൽ വളരുവാൻ, അത് ഡെവലപ്പായി മുന്നോട്ട് പോകാൻ തൊക്കെ ഇടയായിത്തീരണം. അതാണ് മോശയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അത് ഡെവലപ്പായിട്ട് മുന്നോട്ട് പോയി. മാത്രമല്ല അത് വലിയൊരു സമൂഹത്തെ സ്വാധീനിക്കുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. നമ്മൾ കണ്ടല്ലോ, ദാറ്റ് മീറ്റിംഗ് പ്ലേസ് ബിക്കെയിം ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. ആ കൂടാരം പിന്നീട് തിരുനിവാസമായിട്ട് മാറിയിട്ട് ജനത്തിന് മുഴുവൻ കടന്നു വന്ന് ആരാധന അർപ്പിക്കുന്ന, യാഗമർപ്പിക്കുന്ന, ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി, തേജസ് കാണുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഞാനൊരു ഇൻഫ്ലുവൻഷ്യൽ വ്യക്തിയായിട്ട് തീരുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തീരുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ആയിത്തീരണമെങ്കിൽ മോശയെ പോലെ മനഃപൂർവ്വമായ ചില ശ്രമങ്ങൾ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കൃപ പ്രാപിച്ച് ആ കൃപയിൽ നിലനിന്നുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തിപ്പെട്ട് ദൈവമായിട്ടുള്ള ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കും. വലിയൊരു സാക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതമായി തീരുകയും മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായിട്ട് തീരുവാനിടയായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കൊണ്ടും സാധിച്ചത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ച ഈ ചിന്തകൾ എൻ്റെ ജീവിതത്തിലും ഇന്ന് കേട്ട ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തിരുവാനന്തക്കൊണം സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് വിധേയപ്പെടുത്തി കൊടുക്കാം, താഴ്ത്തി കൊടുക്കാം. തീർച്ചയായിട്ടും ദൈവത്തിന് ഓരോ വ്യക്തിയെ ഉപയോഗിക്കുവാൻ തക്കണമുണ്ട്. ആ ഉപയോഗിക്കുന്ന വ്യക്തി ദൈവത്താൽ ഉപയോഗപ്പെടുന്ന വ്യക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരുവാൻ തക്കോണം ആഗ്രഹത്തോടെ, വലിയ വാഞ്ചയോടുകൂടി ഇന്ന് രാത്രി ദൈവസന്നിധി നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ഈ ചിന്തകൾ അതിന് അല്പമെങ്കിലും ഒരു ഉപകാരമായി തീരട്ടെ, സഹായമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ലഭിച്ച അവസരത്തിന്, ഈ തന്ന ക്ഷണത്തിന് കർത്താവ് നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്ക് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിക്കുകയായിരുന്നല്ലോ. ചൊവ്വാഴ്ച തോറും നടക്കുന്ന TBFന്റെ ഈ സൂം മീറ്റിംഗിൽ ഇന്നും വിവിധ ഇടങ്ങളിൽ നമുക്ക് ഒന്നിച്ചു കൂടി വരുവാനും കർത്താവിന്റെ സാന്നിധ്യം വളരെ അധികം ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാനും ദൈവം നമ്മളെ വീണ്ടും ബലപ്പെടുത്തിയതോർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നിസ്തുല്യമായ സ്നേഹത്തെ വർണ്ണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ നമുക്ക് പാടിക്കേട്ട് സന്തോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി പാട്ടുപാടിയ കർത്താവിന്റെ ദാസൻ ജിജോ കുര്യൻ സഹോദരനോടുള്ള നന്ദിയെ TBFന്റെ പേരിൽ അറിയിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം തന്നെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശയുടെ ജീവിതത്തിലൂടെ വളരെ ലളിതമായ ഭാഷയിലാണെങ്കിൽ പോലും വളരെ ആഴമേറിയ അർത്ഥമുള്ള ആത്മീയ സത്യങ്ങൾ ഇന്ന് രാത്രിയും കർത്താവിന്റെ ദാസൻ സാംജോയ ചാനലിലൂടെ കേൾക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. എത്ര തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്ന മോശ, എന്നാൽ പോലും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി ദൈവമായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളത് നാം ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നമുക്കും വളരെ തിരക്കുള്ളവരാണ്, ആ നിലയിൽ മുമ്പോട്ട് പോകുന്നവരാണെങ്കിലും മോശ നമുക്കൊരു മാതൃകയായിട്ടിരിക്കുകയാണല്ലോ. കർത്താവിന് വേണ്ടി സമയം വേർതിരിക്കുവാൻ അതിനൊരു പ്രത്യേക സ്ഥലം തനിക്ക് ഉണ്ടായിരുന്നത് പോലെ ആ സ്ഥലത്ത് ഓടിച്ചെന്ന് കർത്താവുമായിട്ടുള്ള ആ സാമീപ്യം താൻ ആസ്വദിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാൻ ശ്രമിക്കാം. അതിന്റെ ഫലമായിട്ട് ദൈവത്തെ അന്വേഷിക്കുവാനും താൻ അനുഗമിച്ച, അല്ലെങ്കിൽ തന്നെ അനുഗമിച്ച വലിയ ജനസമൂഹത്തെ അത് സ്വാധീനിക്കുവാനും കർത്താവിന്റെ മഹത്വമാർന്ന വേലയിലും അനുഗ്രഹിക്കപ്പെട്ട പഞ്ചഗ്രന്ഥങ്ങളും തുടങ്ങിയ അനേക പുസ്തകങ്ങൾ എഴുതുവാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചത് നമ്മൾ കേൾക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്കും കർത്താവിന്റെ കരങ്ങളാൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ഇന്റിമേറ്റ് ബന്ധം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് പിന്നെയും ദൈവദാസനിലൂടെ നാം ഓർക്കുകയായിരുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനും ഈ തിരക്കുള്ള ജീവിതത്തിൽ കർത്താവിനുള്ള സമയം അവഹരിക്കാതെ അത് കർത്താവിന് തന്നെ കൊടുത്ത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി നമുക്ക് ഉത്സാഹിക്കാം, ശ്രമിക്കാം. ദേവദാസൻ സാം ജോൺ അച്ചായനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. അതുപോലെ തന്നെ സൂമിലൂടെ വിവിധ ഇടങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കാളികളായി തീർന്ന എല്ലാ ബഹുമാനപ്പെട്ട കർത്തൃദാസിദാസന്മാരോടുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യം എളിയ ശുശ്രൂഷയ്ക്ക് വളരെ പ്രോത്സാഹനമായിട്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വരുന്ന ഞായറാഴ്ച 25-ാം തീയതി TBFലെ സഹോദരന്മാർ 4 പേര് ഒറീസയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ
ആ യാത്രയിലും അവിടുത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾ ചോദിച്ചുകൊള്ളുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ഈ രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സമയം കൂടെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവ് നിമിഷങ്ങൾ എത്ര ധന്യമാണ്, എത്ര ശ്രേഷ്ഠമാണ്, എത്ര സൗഭാഗ്യമുള്ളതാണ്. അത് ഞങ്ങൾക്ക് വീണ്ടും സമ്മാനിച്ചത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. TBF-ന്റെ ശുശ്രൂഷ ഇന്നും മുടങ്ങാതെ കർത്താവിൽ നടക്കുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആദിയോടന്തം അവിടുത്തെ കൃപ അനുഭവിപ്പാനിടയായി എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കത്തക്കവണ്ണം അങ്ങ് കൃപ കാണിച്ചു. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിൽ പങ്കാളികളായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ വിലപ്പെട്ട സമയം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ അവർ വേർതിരിച്ചല്ലോ. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസന്മാരിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങളും ദൈവിക സന്ദേശങ്ങളും കേൾപ്പിക്കുവാൻ അങ്ങേക്ക് പ്രസാദിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജിയോസോറിലൂടെ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ 2 ഗാനങ്ങൾ പാടി കേട്ട് ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങ് സന്തോഷിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുകയായിരുന്നു. തനിക്ക് കൊടുത്ത നല്ല ശബ്ദത്തിനായിട്ട് സ്തോത്രം, കഴിവിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഇനിയും തന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ദോഹയിലായിരിക്കുന്ന പ്രിയ സാം ജോയിച്ചാനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചുമൽ വഹിക്കുവാൻ അവിടെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയോട് സ്തോത്രം. കർത്താവ് തനിക്ക് കൊടുത്ത ആലോചനയ്ക്കായിട്ട് സ്തോത്രം, അറിവിനായിട്ട് സ്തോത്രം. അത് വളരെ പ്രാഗൽഭ്യത്തോടും കൃപയോടും കൂടെ നിന്റെ ജനത്തിന് വിളമ്പി തരുവാൻ അവിടുന്ന് സാവകാശം നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മോശയുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ കർത്താവെ കടത്തിക്കൊണ്ടുപോവുകയും ഞങ്ങളുടെ വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കുവാൻ ഞങ്ങളെ രാത്രി സഹായിച്ചതിനായിട്ട് സ്തോത്രം. പല തിരക്കുള്ള കാരണത്താൽ ഒഴിവൊഴിവുകൾ പറഞ്ഞ് കർത്താവുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്ന അവസ്ഥ ഞങ്ങളെ വെട്ടിക്കുറയ്ക്കാറുണ്ട്. കർത്താവെ, ഞങ്ങളത് ഒഴിവാക്കാറുണ്ട്. ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മോശയെ പോലെ തിരക്കുള്ളവർ ഞങ്ങൾ ആരുമില്ലല്ലോ കർത്താവെ. അദ്ദേഹം കർത്താവെ എത്രയോ തിരക്കുണ്ടായിരുന്നത്, എത്രയോ വലിയ സമൂഹത്തെ നയിക്കുന്ന ആ ദേവദാസൻ കർത്താവെ ഒരു കൂടാരം അടിച്ച് കർത്താവെ ഓടി അവിടെ ചെന്ന് അങ്ങയുമായിട്ടുള്ള ആ അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി കൊതിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ, സമയം ചെലവഴിച്ചതുപോലെ ഞങ്ങൾക്കും അതൊരു മാതൃകയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് എത്ര തിരക്കുണ്ടെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരുവാൻ തക്കവണ്ണം ഞങ്ങളെയും പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ നിരന്തരമായിട്ട് അന്വേഷിക്കുന്നവരായിട്ട് ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങളെ പിൻപറ്റുന്നവർ, ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് അതൊരു വലിയ കർത്താവെ വെല്ലുവിളിയായിരിക്കാൻ, പ്രോത്സാഹനമായിരിക്കാൻ, ആകർഷക ഘടകമായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകുവാൻ ഇടയാക്കണമേ. ഒടുവിൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ ആ മോശയെ അങ്ങ് എത്ര മഹത്തായ നിലയിൽ ഉപയോഗിച്ചു, അങ്ങയുടെ വേലയിൽ ഉപയോഗിച്ചതുപോലെ ഞങ്ങളും കർത്താവിന്റെ കരങ്ങളാൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ ശീലം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഉള്ളങ്ങളിൽ അങ്ങ് ഇടപെടണമേ. അങ്ങയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവവൈദങ്ങളായി മോശയെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഈ TBF-ന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുവാൻ അങ്ങേക്ക് പ്രസാദമായി കൊണ്ടിരിക്കാൻ നന്ദിയോട് സ്തോത്രം. തുടർന്നും അങ്ങയുടെ ഹിതപ്രകാരം മുമ്പോട്ട് പോകുവാൻ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് വരുന്ന ഞായറാഴ്ച ഒറീസയിലേക്ക് കർത്താവ് ഒരാഴ്ചത്തെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ സഹോദരന്മാർ പോകുമ്പോൾ അവിടുന്ന് സഹായിക്കുകയും കൂടിയിരിക്കുകയും ചെയ്യണമേ. ദൈവനാമ മഹത്വത്തിനും അത് കാരണമാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാവിധ ക്ഷേമവും അങ്ങ് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ പുണ്യപാത ഇവിടുത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകട്ടെ. അവിടുത്തെ പിരിയാത്ത കൃപയിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ കേൾപ്പിച്ച ആലോചന പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ.